സ്നേഹത്തിന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പുഞ്ചിരിയുടെ ശക്തി എന്ന വിഷയത്തെ കുറിച്ചാണ്. പുഞ്ചിരി കേവലമായ ചിരിയല്ല, അത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ പ്രകാശമാണ്. ഒരാളുടെ മുഖത്തെ ചെറിയ പുഞ്ചിരി മറ്റൊരാളുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ തന്നെ മാറ്റാൻ കഴിയുന്ന അത്ഭുത ശക്തിയുള്ള ഒന്നാണ്. ചിരി എത്രത്തോളം വിശാലമായ ഒരു ദാനമാണെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ചിലവൊന്നുമില്ല, പക്ഷേ അതിന്റെ ശക്തി അതിഗംഭീരമാണ്. ഒരാളുടെ സൗഹൃദത്തിന്റെ തുടക്കം പലപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയിലൂടെയാകുന്നു. ചിരിയിലാണ് സമാധാനം തുടങ്ങുന്നത് എന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ ഒരു ചെറിയ ചിരി ചിലവില്ലാത്തതാണ്, പക്ഷേ അതിന്റെ പ്രഭാവം അതീവ ശക്തമാണ്. ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പലപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയായിരിക്കും അതിന്റെ ഉത്തരം. അത് ഒരു ഭാഷയാണ്, അത് ഒരു ആശ്വാസമാണ്, അത് ഒരു ബന്ധമാണ്. ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്ന് ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് വെറുതെയല്ല. യഥാർത്ഥത്തിൽ ചിരിക്ക് മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയെ ഫലപ്രദമായി വർദ്ധിപ്പിക്കാൻ ശേഷിയുണ്ട്. ചിരിക്ക് സംസാരിക്കാനാവില്ല, എന്നാൽ അത് സംസാരിക്കാൻ പറ്റാത്തത്ര വേറെയുമുണ്ട്. അത്തരത്തിൽ വയല, ONV, വയലോപ്പിള്ളി തുടങ്ങിയ മഹാന്മാർ തങ്ങളുടെ കവിതകളിലൂടെ പുഞ്ചിരിയുടെ, സ്നേഹത്തിന്റെ, ആത്മാർത്ഥതയുടെ ശക്തി നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. പുലരിയിലൊരു പുഞ്ചിരി മകന്റെ മുഖത്ത് നിന്ന് വിറന്നപ്പോൾ ഭൂമിയെയെല്ലാം ഞാൻ സ്വന്തമാക്കി. ഇത് ഒരു പിതാവിന്റെ ഹൃദയത്തിലെ പുഞ്ചിരി വരുത്തിയ ആ അഭിമാനത്തെ, സന്തോഷത്തെ, ആത്മബന്ധത്തെ കുറിച്ചാണ് കവി വർണ്ണിച്ചിട്ടുള്ളത്. ചിരി ഓക്സിജന്റെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. എൻഡോർഫിനുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ തലച്ചോറിലേക്ക് പുറത്തുവിടപ്പെടുന്നു. വേദനാജനകമായ സാഹചര്യങ്ങളിൽ പോലും എൻഡോർഫിനുകൾ സുഖപ്രദാനം നൽകുകയും പരിഭ്രാന്തിയുള്ള സാഹചര്യങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഇത് ഒരാൾക്ക് സന്തോഷകരമായ ഒരു അനുഭവം നൽകുകയും ചെയ്യുന്നു. ഒപ്പം ഒരാളുടെ മാനസികാവസ്ഥയെ മാറ്റുകയും മനസ്സിനെ അലട്ടുന്ന മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം നമ്മൾ ചിരിക്കാത്ത ദിവസമാണെന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞിരിക്കുന്നു. ചിരി അത്രത്തോളം ചെറിയ ഒന്നാണ്, പക്ഷേ അതിന്റെ ശക്തി അതുല്യമാണ്. നമ്മുടെ ചിരിയിലൂടെ നാം മറ്റൊരാളുടെ മനസ്സിലേക്ക് നേരെ എത്താനും ഒരാളുടെ ദുഃഖം കുറയ്ക്കാനും ആശ്വാസം നൽകാനും കഴിയും. ചിരിയിലൂടെ നാം കൈവരിക്കുന്നത് ആത്മവിശ്വാസം, ആശയവിനിമയം, മനസ്സിന്റെ ആശ്വാസം, ലോകത്തെ നേരിടാനുള്ള ശക്തി, ഇവയെല്ലാമാണ്. അമേരിക്കൻ എഴുത്തുകാരനായ ഡെയൽ കാർനെഗി പറഞ്ഞിരുന്നു, ഒരു ചിരിയാണ് എല്ലാ കാര്യങ്ങളും നേരെ വയ്ക്കുന്ന വളവ് എന്ന്. നാം ഏത് സമൂഹത്തിലും ജീവിക്കട്ടെ, എല്ലായ്പ്പോഴും ചിരി ഒരേ ഭാഷയാണ്. അത് താങ്കളുടെ മതം, ജാതി, ഭാഷ, നിലവാരമൊന്നും നോക്കില്ല. എല്ലാ മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന സുന്ദരമായ ഒരു രീതിയാണ് ചിരി. ഒരു വ്യക്തി ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മവിശ്വാസം മറ്റുള്ളവർ കാണുകയും വിശ്വസിക്കുകയും ചെയ്യും. ചിരി എന്നത് ഭാഷാ അതിരുകൾ ഇല്ലാതെ, സംസ്കാരഭേദങ്ങൾ ഇല്ലാതെ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ബന്ധിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വലിയ തോതിൽ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കുള്ള ഒരു ആശ്വാസമായി മാറേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ചിരി നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കും. അത് അത്ര സുന്ദരവും ശക്തിയുള്ളതുമാണ്. ചിരിയുടെ ശക്തി എവിടെ? ഒരു അന്യനോട് നിനക്ക് കൊടുക്കുന്ന ചിരി ആ വ്യക്തിയുടെ ഇന്നത്തെ ഏക ആശ്വാസമാകാം. അത് നിനക്ക് തന്നെ ഒരു ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. ലോകത്തോട് നീ പറയുന്നത് സ്നേഹവും കരുണയും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. ചിരിക്ക് വലിയ ശബ്ദമില്ല, പക്ഷേ അതിന് വലിയ ശക്തിയുണ്ട്. അത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും ആത്മീയതയുടെയും മുഖമാണ്. നമ്മുടെ ചിരിയാൽ മറ്റുള്ളവർക്കും ചിരിക്കാനുള്ള ഒരു പ്രചോദനമാകാം. ഭയം, ദേഷ്യം,
വെറുപ്പ് എന്നിവ ദൂരെ പോകുന്നു. ഇന്ന് നമ്മൾ സാങ്കേതികതയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ മനുഷ്യബന്ധങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ലോകമാണ് നമ്മൾ തീർക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും ഒരു പുതിയ വ്യക്തിയോട് ചിരിക്കാം. ഒരു വേദനയുള്ള ഹൃദയത്തിൽ ആശ്വാസം പകരാം. നമ്മുടെ മുഖത്തെ ചിരിയാൽ നമുക്ക് ഒരു നല്ല ലോകം നിർമ്മിക്കാം. ചിരി സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് ചിരിക്കൂ, ചിരിപ്പിക്കൂ, ചിരിയിലൂടെ ലോകത്തെ മാറ്റിക്കൊടുക്കൂ. നന്ദി, നമസ്കാരം.